To formally welcome this August gathering and set the tone for today's deliberations, we have with us Mr. Baiju Nedungeri, founder, AgroPark and Technology and General Secretary of CCI MSME. May I now invite Mr. Baiju Nedungeri to deliver the welcome address. ഏറ്റവും ആദരണീയനായിട്ടുള്ള കേരളത്തിൻ്റെ മുൻ അഡീഷണൽ ചീഫ് സെക്രട്ടറി ശ്രീ പി എച്ച് കുര്യൻ സർ, ഈ ചേംബറിൻ്റെ ഏറ്റവും ആദരണീയനായിട്ടുള്ള ചെയർമാൻ ശ്രീ എൻ എ മുഹമ്മദ് കുട്ടി സർ, വേദിയിലിരിക്കുന്ന പ്രിയപ്പെട്ട റസൽ സർ, വിപിൻ പീറ്റർ സർ, ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നതിനായിട്ട് കേരളത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്നെത്തിയിട്ടുള്ള സംരംഭകരെ, സംരംഭക സൗഹൃദ സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ കേരളം ഇന്ന് 1ാം സ്ഥാനത്താണ്. കഴിഞ്ഞൊരു 10-15 വർഷക്കാലം നിരന്തരമായി നടത്തിയിട്ടുള്ള സാമൂഹിക ഇടപെടലുകളുടെയും ഗവൺമെന്റ് ഇടപെടലുകളുടെയും ഒക്കെ ഫലമായിട്ടാണ് നമ്മൾ ഈ നേട്ടത്തിലേക്ക് എത്തിപ്പെട്ടിട്ടുള്ളത്. ഇപ്പൊ കേരളം 1ാം സ്ഥാനത്ത് നിൽക്കുമ്പോൾ ഇത്തരം പട്ടികയുണ്ടോ പട്ടികയില്ലയോ എന്നുള്ള ചർച്ചകളൊക്കെ സമൂഹത്തിൽ പൊതുവെ നടന്നു വരുന്നുണ്ട്. പക്ഷേ കേരളത്തിൽ കഴിഞ്ഞ കാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ടൊരു സംരംഭം ആരംഭിക്കുന്നതിന് ആവശ്യമായിട്ടൊരു സാമൂഹിക സംവിധാനം, സാമൂഹിക അല്ലെങ്കിൽ ഒരു സോഷ്യൽ എക്കോസിസ്റ്റം രൂപീകൃതമായി എന്നുള്ളതിനെ സംബന്ധിച്ച് ആർക്കും തർക്കമുണ്ടാവില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. എങ്ങനെയാണ് നമ്മൾ ഈ നേട്ടത്തിലേക്ക് എത്തിയത്, എന്തൊക്കെയാണ് ഈ കാലഘട്ടത്തിലുണ്ടായ മാറ്റം എന്നതുകൂടി നമ്മൾ ഈ സെമിനാറിന്റെ ഭാഗമായിട്ട് ചർച്ച ചെയ്യേണ്ടതുണ്ട്. ഏറ്റവും കാതലായ മാറ്റം സംഭവിച്ചത് തദ്ദേശ ഭരണ സ്ഥാപനങ്ങളും സംരംഭകരുമായിട്ടുള്ള കലഹങ്ങൾ അവസാനിച്ചു എന്നുള്ളതാണ്. കേരളത്തില് സംരംഭകരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് നേരിട്ടിട്ടുള്ള ഒരു വകുപ്പ് എന്ന് പറയുന്നത് തദ്ദേശ സ്വയംഭരണ വകുപ്പായിരുന്നു. നമ്മളൊരു ചെറിയ സംവിധാനം ആരംഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു കെട്ടിടം പണിതാൽ അതിന് വരാന്തയ്ക്ക് വീതി പോരാ, അതിന്റെ സ്റ്റെപ്പിന് ഉയരം പോരാ, അതിന്റെ ബാത്റൂമിന് വിസ്തീർണം പോരാ എന്നുള്ള നിസാരമായ കാരണങ്ങൾ പറഞ്ഞ് അതിനെ ഉരുക്കിയിടുന്നതും ആളുകൾ ആത്മഹത്യയിലേക്ക് അടക്കം തള്ളിവിടുന്നതുമായിട്ടുള്ള വലിയ പ്രതിസന്ധികൾ നേരിട്ടൊരു നാടായിരുന്നു കേരളം. അവിടെ നിന്നുകൊണ്ടാണ് 2025 ഓഗസ്റ്റ് മാസം 25-ാം തീയതി ഏറ്റവും വിപ്ലവകരമായിട്ടുള്ള ഒരു ചട്ടം ഭേദഗതി ചെയ്തുകൊണ്ട് തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ ഉത്തരവ് പുറത്തു വന്നു. നിങ്ങൾക്ക് വീടുകളിലടക്കം ഇപ്പോൾ വ്യവസായങ്ങൾ ആരംഭിക്കാം. വീടുകളുടെ 50% ഏരിയ വ്യവസായങ്ങൾക്കായിട്ട് മാറ്റിവെക്കാം. അതുപോലെ തന്നെ അടഞ്ഞു കിടക്കുന്ന വീടുകൾ, ഒക്യുപ്പൻസി വ്യവസ്ഥകൾ ബാധകമല്ലാതെ നിങ്ങൾക്ക് വാടകയ്ക്ക് എടുത്തുകൊണ്ടടക്കം വ്യവസായങ്ങൾ ആരംഭിക്കുന്നതിനും അത്തരം വ്യവസായങ്ങൾക്ക് രജിസ്ട്രേഷൻ അനുവദിക്കുന്നതിനും അടക്കമുള്ള മാറ്റങ്ങൾ കേരളത്തിൽ നടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. അതൊരു ചട്ടം ഭേദഗതി ചെയ്തുകൊണ്ട് ഉത്തരവ് പുറത്തു വന്നു. 2018 മുതൽ കേരളത്തിൽ വീടുകൾ വ്യവസായം ആരംഭിക്കാൻ അനുമതിയുണ്ട്. പക്ഷേ പഞ്ചായത്ത് രാജ് ചട്ടങ്ങളിൽ നിന്നിരുന്ന ചില ന്യൂനതകൾ കൊണ്ട് ആ ചട്ടങ്ങൾ ഭേദഗതി ചെയ്യാത്തതുകൊണ്ട് പഞ്ചായത്തിന്റെ അനുമതി മാത്രം ഉണ്ടായിരുന്നില്ല. കേസിഫ്റ്റ് എടുത്തുകൊണ്ടാണ് നമ്മൾ ആ വ്യവസായങ്ങളിലേക്ക് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അപ്പൊ ഇവിടെ ഏറ്റവും പുതിയ കാലഘട്ടത്തില് ഈ സംരംഭക സഭകൾ അടക്കം വിളിച്ചു ചേർത്തുകൊണ്ട് കേരളത്തിലെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളും ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും അവിടുത്തെ ജനങ്ങളോട് പറഞ്ഞത്, നിങ്ങൾ വ്യവസായങ്ങൾ ആരംഭിക്കൂ. നേരത്തെ തദ്ദേശ ഭരണ സ്ഥാപനത്തിന്റെ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും ഒരു തട്ടിലും അപ്പുറത്തെ തട്ടിൽ സംരംഭകരുമായിരുന്നു. സംരംഭകരെ ശത്രുക്കളായി കണ്ടിരുന്ന ഒരു മനോഭാവം അത് സാമൂഹ്യമായിട്ടും ഉണ്ടായിരുന്നു, ഉദ്യോഗസ്ഥ തലത്തിലും ഉണ്ടായിരുന്നു. അതിനാണ് ക്രിയാത്മകമായിട്ടുള്ള ഒരു മാറ്റം കേരളത്തിൽ വന്നു. ഒരു തദ്ദേശ ഭരണ സ്ഥാപനത്തിൽ ഇത്ര വ്യവസായങ്ങൾ ആരംഭിക്കണം, ഇത്രത്തോളം തൊഴിലുകൾ ഉണ്ടാവണം, അതിന്റെ ഭാഗമായിട്ടുള്ളൊരു അജണ്ടയായിട്ട് ഗവൺമെന്റ് അത് മുന്നോട്ട് കൊണ്ടുവന്നു, അത് നടപ്പാക്കി എന്നുള്ളതാണ്. അതാണ് പുതിയ കാലഘട്ടത്തിൽ ഒരു സംരംഭം ആരംഭിക്കുമ്പോൾ പ്രസിഡന്റ് നിങ്ങൾ പറഞ്ഞിട്ടല്ലേ ഞാൻ സംരംഭം ആരംഭിച്ചത് തിരിച്ചു ചോദിക്കാൻ ഒരു സംരംഭകന് അവസരമുണ്ടായി എന്നുള്ളതാണ് കേരളത്തിൽ വന്ന മാറ്റം. രണ്ടാമതായിട്ട് കേരളത്തിൽ വന്ന മാറ്റം എന്താ? കേരളത്തിലെ സംരംഭകരെ കുറിച്ചുള്ള പരാതികൾക്ക് ധാരാളം പ്രാമുഖ്യം ലഭിച്ചൊരു നാടാണ് കേരളം. സംരംഭകരെ കുറിച്ചുള്ള ഏത് ചെറിയ പരാതിയും മാധ്യമങ്ങൾ ഉയർത്തിപ്പിടിക്കും, സമൂഹം ഉയർത്തിപ്പിടിക്കും, പൊതുജനങ്ങൾ ഉയർത്തിപ്പിടിക്കും, സമൂഹം മൊത്തം അതിനെതിരെ നിൽക്കുന്ന ഒരു സ്ഥിതിയായിരുന്നു. പക്ഷെ ഇവിടെ ഒരു പ്രധാനപ്പെട്ട മാറ്റം ഉണ്ടായത് സംരംഭകന്റെ പരാതികൾക്ക് പരിഹാരം കാണുന്നതിന് ഗ്രീവറൻസ് റിട്രസൽ കമ്മിറ്റികൾ കേരളത്തിൽ രൂപീകൃതമായി എന്നുള്ളതാണ്. ഈ ഗ്രീവറൻസ് റിട്രസൽ കമ്മിറ്റികൾ സിവിൽ കോടതിയുടെ അധികാരങ്ങളോടെയാണ് ഇന്ന് പ്രവർത്തിച്ചു വരുന്നത്. ദേശാഭിമാനിയിൽ ആർട്ടിക്കിൾ എഴുതുന്നതിന്റെ ഭാഗമായിട്ട് കഴിഞ്ഞ 3 വർഷമായിട്ട് ഗ്രീവറൻസ് റിട്രസൽ കമ്മിറ്റികൾ ജില്ലാ തലത്തിലും സംസ്ഥാന തലത്തിലും പ്രവർത്തിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള അനുമതികളോ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള എൻഡോസുകളോ കിട്ടുന്നതിന് അകാരണമായി താമസം നേരിട്ടാൽ ഈ ഗ്രീവറൻസ് റിട്രസൽ കമ്മിറ്റികൾക്ക് വ്യവസായ വകുപ്പിന്റെ വെബ്സൈറ്റിൽ കയറി ഒരു ക്ലിക്കിലൂടെ നിങ്ങൾക്ക് പരാതി കൊടുക്കാം. പരാതി കൊടുത്തു കഴിഞ്ഞാൽ കളക്ടർ ചെയർമാനായിട്ടുള്ള കമ്മിറ്റി 5 ദിവസത്തിനുള്ളിൽ ആ പരാതി
പരാതിയെ അഡ്രസ് ചെയ്യും. അതിനുശേഷം 7 ദിവസത്തിനുള്ളിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരോട് വിശദീകരണം ചോദിക്കും. 30 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്കത് ലഭിക്കേണ്ടതാണെങ്കിൽ ലഭിക്കും, കുറവുകളുണ്ടെങ്കിൽ പരിഹരിക്കാനുള്ള അറിയിപ്പ് നിങ്ങൾക്ക് ലഭിക്കും. അത്തരത്തില് ഒരു സിവിൽ കോടതിയുടെ അധികാരങ്ങളിലൂടെ റിഫറൻസ് റിസർവ് കമ്മിറ്റികൾ കേരളത്തിൽ ഇന്ന് പ്രവർത്തിച്ചു വരുന്നുണ്ട്. ഇതിൽ എത്ര പേർ പരാതി കൊടുത്തു എന്നറിയാൻ വേണ്ടിയിട്ട് ഒരു കണക്കെടുപ്പ് നടത്തിയപ്പോൾ നമുക്ക് മനസ്സിലായത് 3 പരാതികളായിരുന്നു ആ പോർട്ടലിൽ ലഭിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ പരാതികളില്ലാഞ്ഞിട്ടല്ല, പരാതികളെ ഉയർത്തിക്കൊണ്ടുവരുന്നതും പരാതി കൊടുക്കാൻ അവസരമുണ്ടെന്നും അതിനുള്ള കപ്പാസിറ്റി ഉള്ള ആളുകളും അതിനുവേണ്ടി മുന്നോട്ട് വരുന്ന ആളുകളുടെ എണ്ണം കുറവാണ് എന്നുള്ളതാണ് ആ പ്രശ്നം. പരാതികളില്ലാതെയായിട്ടല്ല. അപ്പൊ അവിടെയാണ് കൂട്ടായ്മയിലൂടെ നമ്മൾ ഈ പ്രശ്നങ്ങളെ അഡ്രസ് ചെയ്യുന്നതിനായിട്ട് ശ്രമിക്കുന്നത്. മൂന്നാമതായിട്ടുണ്ടായി കേരളത്തെ കുറിച്ച് ഏറ്റവും കൂടുതൽ പറഞ്ഞു കേട്ടൊരു ദുഷ്പേര് എന്ന് പറയുന്നത്, നിങ്ങളൊരു വ്യവസായം തുടങ്ങിക്കഴിഞ്ഞാൽ അവിടെ നിരന്തരമായി നിങ്ങളെ പരിശോധനകൾ നടത്തി ബുദ്ധിമുട്ട് വ്യവസായം കൂട്ടിക്കുമെന്നുള്ളതായിരുന്നു. അതിന് പരിഹാരമായി കേസിസ് എന്ന് പറയുന്ന ഒരു പോർട്ടൽ ഗവൺമെന്റ് രൂപീകരിച്ചു. ആ പോർട്ടലിൽ ഏത് ഉദ്യോഗസ്ഥൻ, ഏത് വകുപ്പിന്റെ ഏത് ഉദ്യോഗസ്ഥൻ, ഏത് സ്ഥാപനത്തിൽ എപ്പോൾ പരിശോധന നടത്തണമെന്ന് ഈ പോർട്ടലാണ് തീരുമാനിക്കുന്നത്. പരിശോധന നടത്തി കഴിഞ്ഞാലോ അതിനെ സംബന്ധിച്ചുള്ള എല്ലാ പരിശോധനയുടെ എല്ലാ വിവരങ്ങളും റിപ്പോർട്ടുകളും ഈ 24 മണിക്കൂറിനുള്ളിൽ ഈ പോർട്ടലിൽ അപ്ലോഡ് ചെയ്യണം. അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് കാണാം, നിങ്ങൾക്കും കാണാം, അതിന്റെ മേലുദ്യോഗസ്ഥർക്കും ഒക്കെ അത് വിസിബിൾ ആവുന്ന രീതിയിലാണ് അത് ക്രമീകരിച്ചിട്ടുള്ളത്. അപ്പോൾ വ്യക്തിപരമായ ഏതെങ്കിലും തരത്തിലുള്ള ഒരു അജണ്ടയുടെ പേരിൽ ഒരു സ്ഥാപനത്തെ ദ്രോഹിക്കാൻ, ഒരു പരിശോധന നടത്താൻ ഇന്ന് കേരളത്തിൽ അനുമതി ഇല്ല എന്നുള്ളതാണ് അതിന്റെ പ്രധാനപ്പെട്ട ഒരു വസ്തുത. ഏറ്റവും അവസാനം നമ്മൾ പറഞ്ഞു കേട്ടത് കേരളത്തിന്റെ ലൈസൻസിംഗ് രാജിനെ കുറിച്ചാണ്. കേരളത്തില് ഒരു വ്യവസായം ആരംഭിക്കാൻ നിങ്ങൾ പുറപ്പെട്ടു വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വിദേശ മലയാളികളടക്കം പറഞ്ഞിട്ടുള്ള കാര്യമാണ്, ഞങ്ങൾ കേരളത്തിലേക്ക് വന്നു കഴിയുമ്പോൾ ഒരു ലൈസൻസ് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. 6 മാസം 7 മാസം താമസം നേരിടുന്നു. ഗവൺമെന്റ് പുതിയൊരു സംവിധാനം കൊണ്ടുവന്നു. കേസിഫ്റ്റ് എന്നാണ് ആ സിസ്റ്റത്തിന്റെ പേര്. നിങ്ങൾക്ക് എല്ലാവർക്കും അത് സുപരിചിതമാണ്. ഇന്ന് ഇന്ത്യയിൽ നിലനിൽക്കുന്ന ഏറ്റവും എഫക്റ്റീവായിട്ടുള്ള സിംഗിൾ വിൻഡോ ക്ലിയറൻസ് സിസ്റ്റം കേരളത്തിലേതാണ് നമുക്ക് ഉറപ്പിച്ച് പറയുന്നതിനായിട്ട് കഴിയും. നിങ്ങളുടെ താലൂക്ക് വ്യവസായ കേന്ദ്രത്തിലോ ജില്ലാ വ്യവസായ കേന്ദ്രത്തിലോ ചെല്ലുമ്പോൾ അവിടെ നിങ്ങളെ ഫെസിലിറ്റേറ്റ് ചെയ്യാൻ ഏറ്റവും ക്രിയാത്മക പ്രവർത്തനം നടത്തുന്ന ഉദ്യോഗസ്ഥ സംവിധാനം നമുക്ക് അവിടെ ഉണ്ട്. അവിടെ ഫെസിലിറ്റേറ്റർമാരെ നിയമിച്ചിട്ടുണ്ട്. നിങ്ങളുടെ ആധാർ കാർഡും നിങ്ങളുടെ വേണ്ട രേഖകളുമായിട്ട് ചെന്നാൽ 10 മിനിറ്റിനുള്ളിൽ നിങ്ങൾക്ക് ഒരു ലൈസൻസ് നേടി നിങ്ങൾക്ക് വ്യവസായം ആരംഭിക്കുന്ന ഒരു സംവിധാനം ഇന്ന് കേരളത്തിൽ രൂപീകരിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ഇത്തരത്തില് കേരളത്തിലൊരു സംരംഭക സൗഹൃദ ഭൂമിക സൃഷ്ടിച്ചെടുക്കുന്നതിനുള്ള പരിഷ്കാരങ്ങളെല്ലാം നടന്നു കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതിന്റെ ഗുണവശങ്ങൾ താഴെ തട്ടിലേക്ക് എത്തിയിട്ടുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ഇത്തരം സെമിനാറിലൂടെ ചർച്ച ചെയ്യുന്നത്. അതിനാണ് ഇത്തരത്തിലുള്ള ചേംബറുകളുടെ പ്രസക്തി ഉയർന്നു വരുന്നത്. അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മൾ പലപ്പോഴും വ്യവസായത്തിൽ പുറകോട്ട് പോയത് എന്തുകൊണ്ടാണ്, നമ്മൾ ഏറ്റവും കൂടുതൽ ദുഷ്പരി കേൾക്കുന്നതാണ്. നമുക്കൊരു ഇൻഡസ്ട്രിയൽ എക്കോസിസ്റ്റം മുന്നേ ഇല്ലായിരുന്നു. IRDP വായ്പകൾ കൊടുത്തുകൊണ്ട് ഒരു സമൂഹത്തിൽ മറ്റൊരു തൊഴിലും ചെയ്യാൻ കഴിയാത്ത ആളെ പുനരധിവസിപ്പിക്കുക എന്നത് മാത്രമായിരുന്നു ഒരു 15 വർഷം 20 വർഷം മുമ്പ് കേരളത്തിന്റെ സംരംഭകത്വ അജണ്ട എന്ന് പറയുന്നത്, പ്രോഗ്രാം എന്ന് പറയുന്നത്. അവിടെ നിന്നുകൊണ്ടാണ് സംരംഭകത്വത്തെ എനിക്ക് തോന്നുന്ന പ്രിയപ്പെട്ട കുര്യൻ സാറിന്റെ നേതൃത്വത്തിൽ അദ്ദേഹത്തിനെ മാറ്റി നിർത്തിക്കൊണ്ട് കേരളത്തിലെ ഇൻഡസ്ട്രിയുടെ വളർച്ചാ ചരിത്രം നമുക്ക് എഴുതാൻ കഴിയില്ല എന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലൊക്കെ വന്ന വളരെയധികം നിരവധി വർഷങ്ങളിലൂടെ നടത്തിയിരുന്ന പരിഷ്കാരങ്ങളുടെ ഫലമായിട്ടാണ് കേരളത്തിൽ പുതിയ തലമുറയെങ്കിലും അടുത്ത തലമുറയെങ്കിലും, നമ്മുടെയൊക്കെ പ്രായം ഏകദേശം ഒരു പരിധി കഴിഞ്ഞു, പക്ഷെ അടുത്ത തലമുറയെങ്കിലും തൊഴിൽ അന്വേഷിച്ച് അന്യരാജ്യങ്ങളിലേക്ക് കുടിയേറാതെ നമ്മുടെ നാട്ടിൽ മികച്ച വരുമാനവും തൊഴിലും ജീവിത നിലവാരവും ഉറപ്പാക്കുന്നതിനായിട്ട് അവർക്ക് ജീവിക്കുന്നതിനുള്ള ഒരു അവസരം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കൂട്ടായ പ്രവർത്തനങ്ങൾ, ഒരു എക്കോസിസ്റ്റം നിർമ്മാണമാണ് നമ്മൾ ഇതിന്റെ ഭാഗമായിട്ട് നടത്തുന്നത്. അപ്പൊ ഇവിടെ ഉയർന്നു വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്, ഒരു ചേംബറിന്റെ ആവശ്യകത എന്താണ്? ഞങ്ങൾ ഇതിന്റെ ഒരു അനൗൺസ്മെന്റ് നടത്തിയപ്പോൾ കൂടുതൽ കേട്ടൊരു ചോദ്യമാണ്. നമുക്കറിയാം കേരളത്തിൽ ചേംബറുകളൊക്കെ പ്രവർത്തിക്കുന്നുണ്ട്. ആ ചേംബറുകളുടെ പ്രവർത്തനവും ഇത്തരത്തിലുള്ള സംരംഭകത്തെ പല സംഘടനകൾ പ്രവർത്തിക്കുന്നുണ്ട്. അവിടെയൊക്കെ ഞാൻ കണ്ടിട്ടുള്ള ഒരു കാര്യം തുറന്നു പറയാം, അതില് പലപ്പോഴും ഒരു അംഗത്വം എടുക്കുന്നതിനുള്ള റെസ്ട്രിക്ഷൻസ്, ലക്ഷക്കണക്കിന് രൂപ കോൺട്രിബ്യൂഷൻ അടച്ചാൽ മാത്രമേ നമുക്കൊരു അംഗത്വം കിട്ടുള്ളൂ. അതിലെ അംഗങ്ങൾ മാത്രം സെർവ് ചെയ്യുന്ന സ്ഥലത്തിലേക്ക് അത് മാറിപ്പോകുന്നു. അപ്പൊ അതിനപ്പുറം നമ്മുടെ നാട്ടിലെ അച്ചാറുണ്ടാക്കി വെക്കുന്ന ഒരു സാധാരണ വീട്ടമ്മയ്ക്ക് പോലും ഈ ഏറ്റവും മുതിർന്ന ഏറ്റവും വലിയ സംരംഭകൻ ലഭിക്കുന്ന സേവനങ്ങളും അതിനുള്ള ഫെസിലിറ്റേഷനും ലഭ്യമാക്കുക എന്നുള്ളതാണ് MSME ചേംബർ വഴി നമ്മൾ ലക്ഷ്യം വെക്കുന്നത്. ആ ലക്ഷ്യത്തിലേക്ക് എത്തുമ്പോഴാണ് കേരളത്തിൽ ഒരു കൂട്ടായിട്ടുള്ള സംരംഭകത്വ വളർച്ച, വ്യാവസായിക വളർച്ച നമുക്ക് രൂപീകൃതമാക്കാൻ കഴിയുന്നത്. അതിനുള്ളൊരു പ്രവർത്തനമാണ്. പ്രത്യേകിച്ചും ആ മേഖലയിൽ മാർക്കറ്റിങ്ങിനെ സംബന്ധിച്ച് വളരെയധികം പ്രശ്നങ്ങൾ സംരംഭകർ നേരിടുന്നുണ്ട്. ആ മാർക്കറ്റിങ്ങിനെ സംബന്ധിച്ചുള്ള പ്രശ്നങ്ങൾ നേരിടുമ്പോൾ ഒറ്റയ്ക്ക് മാർക്കറ്റ് ചെയ്യുന്നതിന് പകരം അവർക്ക് അന്തർദേശീയ വ്യാപാരവും ദേശീയ വ്യാപാരത്തിലും അടക്കം കൂട്ടായി നിന്നുകൊണ്ട് ഇത്തരം പ്രശ്നങ്ങളെ അഡ്രസ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള വേദി ഒരുക്കാൻ ചേംബർ മുന്നോട്ട് വരികയാണ്. മറ്റൊന്നാണ് ഇത്തരത്തിലുള്ള ലൈസൻസിങ്
ഫെസിലിറ്റേഷൻ, ലൈസൻസിങ്ങും അതുപോലെ തന്നെ ലീഗൽ സൈഡുമായിട്ട് ബന്ധപ്പെട്ട് ഒറ്റയ്ക്ക് പോകുമ്പോൾ ഒരു സ്ഥലത്ത് നിന്ന് കേൾക്കുന്ന ഏതെങ്കിലും തരത്തിലുള്ള ഒരു പിന്നോട്ടടിയുടെ ഭാഗമായിട്ട് ആളുകൾ പിന്നോട്ട് പോകുന്നു, അല്ലെങ്കിൽ അതിന്റെ നിയമവശങ്ങൾ കറക്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുന്നു, അവർക്ക് വേണ്ട കാര്യങ്ങൾ നമ്മൾ കൃത്യമായി അവരെ ഗൈഡ് ചെയ്യുകയും അവരെ ഹാൻഡ് ഹോൾഡ് ചെയ്യുന്ന തരത്തിലേക്കുള്ള പ്രോഗ്രാമുകൾ ആസൂത്രണം ചെയ്ത് നടപ്പാക്കുകയും കേരളത്തിലാകമാനം ഇത്തരത്തില് നമുക്ക് ഏറ്റെടുക്കേണ്ടതായിട്ടുള്ള നിരവധിയായിട്ടുള്ള സംരംഭകത്വ പോളിസികളുടെ കാര്യത്തിൽ, ലോൺ ലഭ്യതയുടെ കാര്യത്തിൽ പലപ്പോഴും ബാങ്കുകളുടെ സമീപനങ്ങൾ മാറേണ്ടതുണ്ട്. നമ്മൾ ക്രെഡിറ്റ് റേഷ്യോ, CD റേഷ്യോ നോക്കിയാൽ നമുക്കറിയാം കേരളത്തിൽ നിന്ന് സമ്പാദിച്ചു കൊണ്ടുപോകുന്ന പണം എവിടെയാണ് ചെലവഴിക്കപ്പെടുന്നത്? തമിഴ്നാട്ടിലടക്കം ചെലവഴിക്കപ്പെടുന്നത്. അപ്പം അവിടെ നമ്മൾക്ക് കുറച്ചുകൂടി ആക്റ്റീവായിട്ട് അതിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ ചേംബർ രൂപം കൊടുത്തിട്ടുള്ളത്. ഇതൊരു കളക്റ്റീവാണ്. ഇതിൽ നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ, നിങ്ങളുടെ ആശയങ്ങൾ, നിങ്ങളുടെ ആകുലതകൾ ഇതെല്ലാം നമ്മൾ കൺസോൾട്ടേറ്റ് ചെയ്തുകൊണ്ട് വരുന്ന കാലഘട്ടത്തിൽ കേരളത്തിന്റെ പോളിസികളടക്കം രൂപീകരിക്കുന്നതിലും ചില നിർദ്ദേശങ്ങൾ, ക്രിയാത്മക നിർദ്ദേശങ്ങൾ കൊടുക്കുന്നതിനും ചർച്ചകൾ സംഘടിപ്പിക്കുന്നതിനും കൂട്ടായി വളരുന്നതിനും നിങ്ങളുടെ വ്യവസായത്തിനും നമ്മളെല്ലാം ചേർന്നുള്ള ഒരു വ്യവസായ അന്തരീക്ഷം രൂപീകരിക്കുന്നതിനുള്ള ഒരു കൂട്ടായ ഇടപെടൽ എന്നുള്ള നിലയിലാണ് നമ്മൾ ഈ ചേംബറിന് രൂപം കൊടുത്തിട്ടുള്ളത്. ഈ ചേംബറിന്റെ ഇതൊരു ശൈശവ ദശയാണ്. പ്രിയപ്പെട്ട മമ്മൂട്ടി സാറിന്റെ നേതൃത്വത്തിൽ ഒരു വർഷം മുമ്പ് രൂപീകൃതമായിട്ടുള്ള ചേംബറിന്റെ ഒരു പ്രവർത്തനം വിപുലീകരിക്കുന്നതിന്റെ കൂടെ ഭാഗമായിട്ടാണ് ഞങ്ങൾക്ക് ഇതിന്റെ ഭാഗമായിട്ട് സാറിനോടൊപ്പം ചേർന്നത്. ഇവിടെ പങ്കെടുക്കുന്ന ആളുകൾക്കും ഈ ലക്ഷ്യത്തോടൊപ്പം ചേർന്ന് നിൽക്കാൻ നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ നിങ്ങൾക്കും ചേംബറിന്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കാം. ഞാൻ പറയുന്നത് ഏറ്റവും ചെറിയൊരു സംരംഭകന് പോലും ഞാനൊരു ചേംബറിന്റെ മെമ്പറാണോ എന്ന് പറയുന്നതിനുള്ള ഒരു അവസരം ഒരുക്കുക എന്നതോട് കൂടിയിട്ടാണ് ഈ MSME ചേംബർ വഴി നമ്മൾ ലക്ഷ്യം വെക്കുന്നത്. ആ ലക്ഷ്യത്തിലേക്ക് പലപ്പോഴും നമ്മൾ മറ്റ് ചേംബറുകളിൽ ഇതിനെ വിഭിന്നമാക്കുന്നതും അതുകൊണ്ടാണ്. ഏറ്റവും ചെറിയ സംരംഭം നടത്തുന്ന ഒരാൾക്ക് പോലും, ടേൺ ഓവർ കുറഞ്ഞ ഒരാൾക്ക് പോലും അയാൾക്കും ഞാനൊരു ചേംബറിന്റെ മെമ്പറാണെന്ന് പറയാനുള്ള, അതിന്റെ പ്രയോജനങ്ങൾ നേടിയെടുക്കുന്നതിന് അതിനോടൊപ്പം നിന്നുകൊണ്ട് അവർക്ക് ഒന്നിച്ചു വളരുന്നതിനുള്ള അവസരമാണ് ഈ ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രീസ് ഫോർ MSME പ്രദാനം ചെയ്യുന്നത്. അതിന്റെ നേതൃത്വവും അത്തരം കാര്യങ്ങളിലാണ് ഊന്നൽ കൊടുത്തിട്ടുള്ളത്. ഞാൻ എൻ്റെ കടമയിലേക്ക് കിടക്കുകയാണ്. ഈ പ്രോഗ്രാമിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് ആദരണീയനായിട്ടുള്ള കേരളത്തിന്റെ മുൻ അഡീഷണൽ ചീഫ് സെക്രട്ടറി ശ്രീ PH കുര്യൻ സാറാണ്. കുര്യൻ സാറിനെ എനിക്ക് തോന്നുന്നു ഇവിടെ ഇരിക്കുന്ന ആളുകൾക്കൊന്നും ഞാൻ പ്രത്യേകിച്ച് ഒരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞ് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. ദീർഘകാലമായിട്ടുള്ള ദീർഘകാലം കേരളത്തിലെ ഇൻഡസ്ട്രീസിന്റെയും IT-യുടെയും സെക്രട്ടറി ആയിരുന്നുകൊണ്ട് അദ്ദേഹം നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ, അതാണ് കേരളത്തിൽ കഴിഞ്ഞ നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന ഈ ഈസി ഓഫ് ഡൂയിങ് ബിസിനസിന്റെ ഒക്കെ പിന്നിൽ നിന്ന് പ്രവർത്തിച്ചത്, അതിന് രൂപം കൊടുത്തത്, അതിനുള്ള ഇടപെടലുകൾ നടത്തിയ ആളാണ് കുര്യൻ സാർ എന്ന് പറയുന്നത്. അപ്പൊ കുര്യൻ സാറിനെ പ്രത്യേകിച്ച് നിങ്ങൾക്ക് ഞാൻ മറ്റൊരു തരത്തിൽ പറഞ്ഞ് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലാത്തത് കൊണ്ട് കേരളത്തിന്, ഞാൻ മുന്നേ പറഞ്ഞതുപോലെ കേരളത്തിന്റെ ഒരു വ്യവസായ ചരിത്രം നമ്മൾ എഴുതുമ്പോൾ അതിൽ ഏറ്റവും ആദ്യം എഴുതിച്ചെടുക്കേണ്ട പേരുകളിലൊന്ന് കുര്യൻ സാറിന്റെയാണ്. സാറാണ് ഈ പ്രോഗ്രാം ഇനാഗുറേറ്റ് ചെയ്യുന്നത്. ഞാൻ ആദരപൂർവ്വം നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടിയിട്ട് സാറിനെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്തു. ഈ ചേംബറിന്റെ ഒരു രൂപകൽപ്പനയും അതൊരു വിഷനും അതിന്റെ ഒരു ദിശാബോധവും അതിനുണ്ടാക്കിയെടുത്തത് പ്രിയപ്പെട്ട മുഹമ്മദ് കുട്ടി സാറാണ്. മുഹമ്മദ് കുട്ടി സാറിനെ പ്രത്യേകിച്ച് ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും പേഴ്സണലി പരിചയമുണ്ട്. ഒരു സംരംഭകൻ എന്നുള്ള നിലയിലും, ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിൽ നിന്നാണെന്നുള്ള നിലയിലും, ഒരു പൊതുസമൂഹത്തിൽ ചില നിലപാടുകൾ എടുക്കുന്നു എന്നുള്ളതിന്റെ പേരിലും അദ്ദേഹം അതിലൊരു മികച്ച ആളായിട്ട് സമൂഹത്തിൽ മാറിയിട്ടുള്ള ആളാണ്. അദ്ദേഹം ഈ ചേംബർ രൂപകൽപ്പന ചെയ്യുമ്പോൾ ഇതിന്റെ പ്രവർത്തനങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുമ്പോഴും നമ്മൾ കരുതിയത് ഏറ്റവും ഞാൻ മുന്നേ പറഞ്ഞതുപോലെ എല്ലാവരിലേക്കും ഇതിന്റെ ഒരു പ്രയോജനം എത്തിക്കുന്ന തരത്തിലേക്ക് ഒരു വളരെ ഒരു പരന്ന ഇടങ്ങളിലേക്ക് ഈ ചേംബറിന്റെ പ്രവർത്തനം എത്തിക്കുന്ന രീതിയിലേക്ക്, അതിനെ ഏറ്റവും മഹത്തായ രീതിയിലേക്ക്, അതിനെ ക്രിയാത്മകമായ രീതിയിലേക്ക് അതിനെ ഉയർത്തിക്കൊണ്ടുവരുന്ന ഒരു നേതൃത്വം എന്നുള്ള നിലയിൽ മുഹമ്മദ് കുട്ടി സാറിനെ ഞാൻ ഈ യോഗത്തിന്റെ അധ്യക്ഷൻ എന്നുള്ള നിലയിലും ചേംബറിന്റെ ചെയർമാൻ എന്നുള്ള നിലയിലും ഈ പ്രോഗ്രാമിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ട റസൽ സാർ, അദ്ദേഹം മുമ്പ് പല ചേംബറുകളുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിട്ടുള്ള ആളാണ്. അദ്ദേഹം തുടക്കം മുതൽ ഇതിന്റെ പ്രവർത്തനങ്ങളോട് സഹകരിക്കുന്ന ആളുമാണ്. അദ്ദേഹം ഒരു എന്റർപ്രണർ എന്നുള്ള നിലയിലും ഒരു സാമൂഹ്യ പ്രവർത്തകൻ എന്നുള്ള നിലയിലും മികച്ച അഭിപ്രായം നേടിയിട്ടുള്ള പ്രിയപ്പെട്ട റസൽ സാറിനെ ഞാൻ ഈ യോഗത്തിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു. മാധ്യമരംഗത്ത് നിന്ന് ഒരു സംരംഭകത്വത്തിലേക്ക് വന്ന ആളാണ് വിപിൻ പീറ്റർ സാർ. നമുക്കറിയാം ഏകന്ത് TV-യുടെ ഒക്കെ തലപ്പത്തിരുന്നുകൊണ്ട് അത്തരം പ്രവർത്തനങ്ങൾക്ക് കേരളത്തിൽ അന്ന് അദ്ദേഹം ചെയ്തിരുന്ന ഏകന്ത് TV-യിൽ ഇരുന്നപ്പോൾ സംരംഭകത്വത്തിന് വേണ്ടിയിട്ട് ഒരു പ്രോഗ്രാം ചെയ്തിരുന്നു. ഞാനത് വളരെ ശ്രദ്ധയോടെ വീക്ഷിച്ചിരുന്ന ഒരാളാണ്. ഒരു സംരംഭകനെ
കൃത്യമായിട്ട് നമ്മൾ പലപ്പോഴും ഒരു സംരംഭകനെ വളർത്തിയെടുക്കുന്നതിന് മാധ്യമങ്ങൾക്ക് വലിയ പങ്കുണ്ട്. ഒരു സംരംഭകനെ അതൊരു സംരംഭത്തെ എക്കോസിസ്റ്റം വളർത്തിയെടുക്കുന്നതിന് മാധ്യമങ്ങൾക്ക് വളരെ പങ്കുണ്ട്. അതിന് വളരെ മികച്ചൊരു നേതൃത്വം കൊടുത്തിട്ടുള്ള ആളാണ് ബിപിൻ പീറ്റർ സാർ. അദ്ദേഹം ആ സമയത്തൊക്കെ ചെയ്ത പ്രോഗ്രാമുകളൊക്കെ നിങ്ങൾക്ക് വീണ്ടും യൂട്യൂബിലൊക്കെ കാണുന്നതിനായിട്ട് കഴിയും. അവിടെ ഒരു സംരംഭകനെ കൈത്താങ്ങൽ കൊടുത്തുകൊണ്ട് അയാൾക്ക് വേണ്ടത് എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അയാളുടെ ഒരു സമൂഹത്തിലേക്കും അയാളുടെ പ്രൊഡക്റ്റിനെയും എങ്ങനെ അവതരിപ്പിക്കണം എന്ന് കൃത്യമായ ധാരണയുള്ള ആളാണ് ബിപിൻ പീറ്റർ സാർ. ബിപിൻ പീറ്റർ സാറിനെയും ഞാൻ ഈ ചേംബറിന്റെ ഭാഗമായിട്ട് വളരെ നല്ല പ്രവർത്തനങ്ങൾ അദ്ദേഹത്തിന്റെ അനുഭവപരിചയവും ഒക്കെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് നൽകി വരുന്ന ബിപിൻ പീറ്റർ സാറിനെ ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഈ പ്രോഗ്രാമിൽ 2 സെഷനുകൾ നടക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രിയപ്പെട്ട വ്യവസായ വകുപ്പിന്റെ സെഷന് നേതൃത്വം കൊടുക്കുന്ന പ്രിയപ്പെട്ട രാജേഷ് സാറും പ്രിയപ്പെട്ട രജനി മേഡവും എത്തിയിട്ടുണ്ട്. ഈ കാലഘട്ടങ്ങളിൽ വ്യവസായ വകുപ്പ് എത്രത്തോളം മാറിയിട്ടുണ്ട്, എത്രത്തോളം സംരംഭക സൗഹൃദമായിട്ടുണ്ട് എന്നുള്ളത് അവരുടെ 2 പേരുടെയും ക്ലാസ്സിൽ നിന്ന് നമുക്ക് മനസ്സിലാവും. ഞാൻ രജനി മേഡത്തെയും രാജേഷ് സാറിനെയും ഈ പ്രോഗ്രാമിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഇത് കൂടാതെ നമ്മുടെ പ്രൊഡക്ടിവിറ്റി കൗൺസിലിന്റെ ഷാനവാസ് സാറ് അദ്ദേഹമാണ് 2ാമത്തെ സെഷൻ നമുക്ക് നയിക്കുന്നത്. ഷാനവാസ് സാറിനെയും അദ്ദേഹം കേരളത്തിലെ മികച്ച ഒരു എനർജി ഓഡിറ്റ് കൂടിയിട്ടാണ് മുഹമ്മദ് സാറിനോട് പറഞ്ഞത്. അത്തരത്തിലുള്ള സർട്ടിഫൈഡുള്ള ആളുകൾ തന്നെ കേരളത്തിൽ കുറവാണ്. അപ്പം മികച്ച ഇത്തരത്തിലുള്ള ടെക്നിക്കൽ ആയിട്ടുള്ള ആളുകളുടെ സെഷനുകൾ നമ്മൾക്ക് ആവശ്യമുണ്ട്. അദ്ദേഹത്തെയും ഞാൻ ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. യോഗത്തിൽ പങ്കെടുക്കുന്നതിനായിട്ട് ഞങ്ങൾ ഒരു വളരെ ചെറിയ ദിവസങ്ങളിലാണ് ഇതിന്റെ പോസ്റ്ററുകൾ പബ്ലിഷ് ചെയ്തത്. അപ്പൊ ഇപ്പോഴും നമുക്ക് ഈ ഹോളിന്റെ പരിമിതി കൊണ്ട് പല ആളുകളുടെ രജിസ്ട്രേഷൻ റെസ്ട്രിക്ട് ചെയ്യേണ്ടി വരികയാണ് ചെയ്യുന്നത്. 180 ആണ്, 100 പേരുടെ ഹോളാണ്, 150 പേരെ വരെ ഇതിൽ അക്കോമഡേറ്റ് ചെയ്യാൻ കഴിയുള്ളൂ ഹോട്ടലുകാർ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ പെട്ടെന്ന് വേദി മാറ്റാൻ കഴിയാത്തത് കൊണ്ടും നമ്മൾ ഇത്തരത്തിൽ റെസ്ട്രിക്ട് ചെയ്യുകയാണ് ചെയ്തത്. അപ്പൊ കേരളത്തിന്റെ പല ഭാഗത്തു നിന്നും ഉള്ള ആളുകൾ ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. നിരവധി ആളുകൾ ഇതിൽ പങ്കെടുക്കാൻ കഴിയാതിരുന്ന ആളുകളുണ്ട്. അപ്പം ഇത്തരത്തിൽ ഇതിൽ പങ്കെടുക്കാനായിട്ട് താല്പര്യം പ്രകടിപ്പിച്ചവരും ഇവിടെ എത്തിയവരും ഇവിടെ എത്താൻ കഴിയാത്തവരുമായിട്ടുള്ള മുഴുവൻ ആളുകളെയും മുഴുവൻ സംരംഭകരെയും ഞാൻ ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. നമുക്ക് ഒന്നു ചേർന്ന് നിന്നുകൊണ്ട് ഈ പ്രോഗ്രാമിനെ വിജയിപ്പിക്കുന്നതോടൊപ്പം കേരളത്തിൽ ഒരു പുതിയ സംരംഭകത്വ സൗഹൃദ ആവാസ വ്യവസ്ഥയ്ക്ക് വേണ്ടിയിട്ട് അതിന്റെ പതാകവാഹകരായിട്ട് നിങ്ങളൊരു സംരംഭം തുടങ്ങിയവരുണ്ട്, തുടങ്ങാത്തവരുണ്ട്. നിങ്ങൾ പുതിയ ആളുകൾ തുടങ്ങിയാലും ഇല്ലെങ്കിലും നിങ്ങൾക്ക് ഇവിടെ കേൾക്കുന്ന കാര്യങ്ങൾ 2 പേരോട് നിങ്ങൾക്ക് പങ്കുവയ്ക്കാൻ കഴിഞ്ഞാൽ, അത് കേരളത്തിൽ ഇങ്ങനെയൊക്കെ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് പറയാൻ കഴിഞ്ഞാൽ അതൊരു എക്കോസിസ്റ്റം ബിൽഡിങ്ങിന്റെ ഭാഗമാണ്. അങ്ങനെയാണ് നമുക്ക് സാമൂഹ്യ ഒരു ആവാസ വ്യവസ്ഥ, സംരംഭക സൗഹൃദ ആവാസ വ്യവസ്ഥ രൂപപ്പെടുത്തിയെടുക്കാൻ കഴിയുക. അതിന് നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഒരിക്കൽ കൂടി എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു.